Hi everyone, എല്ലാവർക്കും സൈലം SSC RRB ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ജനറൽ സയൻസിലെ ഒരു പുതിയ ടോപ്പിക്കും അതിനെ ബന്ധപ്പെടുത്തിയ ഒരു ട്രിക്കുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സിലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ എന്ന് നമുക്കറിയാം. അതിൽ നിന്ന് SSC ആവട്ടെ RRB ആവട്ടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ അതിലൊരു പർട്ടിക്കുലർ കൺസെപ്റ്റ് എങ്ങനെ വേഗത്തിൽ നമുക്ക് ഓർത്തിരിക്കാം, എന്താണ് അതിന്റെ ട്രിക്ക്, ഒന്നും ചിന്തിക്കാതെ തന്നെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ളത് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പിന്നെയും ഓർമ്മിപ്പിക്കാനുണ്ട്. നമ്മുടെ ALP ബാച്ച് നിങ്ങൾക്ക് അറിയാം, LP ബാച്ച് ഓൾറെഡി അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും അഡ്മിഷൻ എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. സോ നിങ്ങൾ റെയിൽവേയിൽ ഒരു യൂണിഫോം പോസ്റ്റ്, റെയിൽവേ പോലീസ് ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് RPF ടാർഗറ്റ് ബാച്ച് ഒരുക്കുന്നുണ്ട്. മെയ് 15-ാം തീയതിയാണ് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഫോർഡബിൾ റേറ്റ് ആയ 2999 ഈ RPF ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ CGL ഓഫീസേഴ്സ് ബാച്ച്, വളരെ പ്രീമിയം ആയിട്ടുള്ള CGL ഓഫീസേഴ്സ് ബാച്ച് ലോഞ്ച് ആവുന്നുണ്ട്. മെയ് 27-ാം തീയതിയാണ് ഈ ഒരു ബാച്ച് ലോഞ്ച് ആവുന്നത്. അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്, 5999 ആണ് ഈ CGL ഓഫീസേഴ്സ് ബാച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഹൈ ക്വാളിറ്റി കണ്ടന്റ് വിത്ത് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് എന്നൊരു പ്രത്യേകത തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. സോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, സോ നമ്മുടെ കൺസെപ്റ്റിലേക്ക് പോവാം. ഗ്രാവിറ്റേഷനിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ അതിനു മുമ്പ് കുറച്ച് ബേസിക്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. മാസ് എന്താണ്, വെയിറ്റ് എന്താണ് എന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് പോകണം. നിങ്ങൾക്ക് പലർക്കും ചിന്തയുണ്ടാവും മാസ് എന്നതും വെയിറ്റ് എന്നതും ഒരേ കാര്യമാണ് എന്നുള്ളത് പലരും ഇപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷേ അതിൽ വ്യത്യാസങ്ങളുണ്ടെന്നും അതെന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്നും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു പോകാം. മാസ് എന്താണെന്നും വെയിറ്റ് എന്താണെന്നും അതിലെ ഓരോ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് കൃത്യമായിട്ട് തന്നെ പഠിച്ചു നോക്കാം. ആദ്യമായിട്ട് മാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മാസ് എന്ന് പറഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഇൻ എ ബോഡി ഈസ് നോൺ ആസ് മാസ്. ഒരു വസ്തുവിലെ മാറ്ററിന്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാസ് ഓഫ് എ ബോഡി ഈസ് കോൺസ്റ്റന്റ്. നമ്മൾ യൂണിവേഴ്സിൽ എവിടെ പോയാലും ഒരു വസ്തുവിന്റെ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, അതിന് വേരിയേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ഭൂമിയിൽ തന്നെ നമ്മൾ പല ഇടങ്ങളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാലും നമ്മുടെ മാസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ യൂണിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാസിന്റെ യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്, kg എന്നാണ് ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം. കിലോഗ്രാമിലാണ് നമ്മൾ മാസിന്റെ എക്സ്പ്രഷൻ പറയുക. ഓക്കെ, ഇനി നമ്മൾ വെയിറ്റിലേക്ക് പോവാം. വെയിറ്റിന്റെ വ്യത്യാസം, മാസിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളിലാണ് വെയിറ്റ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Weight is the gravitational force with which the earth attracts objects towards its center. അതായത് നമ്മുടെ ഭൂമി ഒരു വസ്തുവിന്റെ മേൽ ചെലുത്തുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ തന്നെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, ബേസിക് ഇക്വേഷൻ ഉണ്ട്, MA, F is equal to MA. ന്യൂട്ടന്റെ നിയമത്തിൽ നിന്ന് നമ്മൾ പരിചയപ്പെട്ട ഒരു ബേസിക് ഇക്വേഷൻ ആണ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, അവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ W is equal to mg എന്ന് പറയാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് നമ്മൾ സ്മോൾ ലെറ്റർ G വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ വെയിറ്റ് എന്ന് പറയുന്നത്, ഒരു വസ്തുവിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഭൂമി ചെലുത്തുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഭൂമി ആ വസ്തുവിൽ ചെലുത്തുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. സോ അതിന്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് F is equal to or W is equal to mg എന്നുള്ളതാണ്. M എന്ന് പറഞ്ഞാൽ മാസ് ആണെന്ന് നമുക്കറിയാം, G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി വെയിറ്റ് ഓഫ് എ ബോഡി ഈസ് വേരിയബിൾ എന്നാണ് നമ്മൾ പറയുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ആ എക്സ്പ്രഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, G അല്ലേ? സോ G എടുത്തു നോക്കിയാൽ നമ്മുടെ ഭൂമിയുടെ പല ഭാഗങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് പോൾസിലേക്ക് എടുത്താൽ ധ്രുവങ്ങൾ, നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്, അതുപോലെ തന്നെ ഇക്വേറ്റർ, ഇങ്ങനെയുള്ള കേസുകളിലേക്കൊക്കെ എടുത്താൽ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വ്യത്യാസമാണെന്ന് നമുക്കറിയാം. സോ അതിനനുസരിച്ച് നമ്മുടെ വെയിറ്റും മാറും. എന്നാൽ നമ്മൾ പറഞ്ഞു മാസ് എന്ന് പറയുന്നത്, ഒരു വസ്തുവിന്റെ മാസ് എന്ന് പറയുന്നത് എല്ലായിടത്തും സെയിം ആണ്. യൂണിവേഴ്സിൽ എവിടെ പോയി കഴിഞ്ഞാലും, നിങ്ങൾ ചന്ദ്രനിൽ പോയി കഴിഞ്ഞാലും ജൂപ്പിറ്ററിൽ പോയി കഴിഞ്ഞാലും ഒക്കെ തന്നെ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. എന്നാൽ വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലെ വ്യത്യാസം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് ഓർമ്മിച്ചു വെക്കുക. ഇതാണ് പ്രധാനപ്പെട്ട ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്.
ഇനി യൂണിറ്റിനെ പറ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. യൂണിറ്റ് ഓഫ് വെയിറ്റ് ഈസ് ന്യൂട്ടൺ. യൂണിറ്റ് ഓഫ് മാസ് നമ്മൾ പഠിച്ചു കിലോഗ്രാം ആണ്. എന്നാൽ യൂണിറ്റ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. കാരണം നമുക്കറിയാം ഫോഴ്സിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അത് തന്നെയാണ് വെയിറ്റിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ന്യൂട്ടൺ എന്ന എക്സ്പ്രഷൻ കൊടുക്കുന്നത് വെയിറ്റിന്റെ യൂണിറ്റ് ആയിട്ടാണ്. ഓക്കെ, സെറ്റ് അല്ലേ? മാസിന്റെയും വെയിറ്റിന്റെയും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് SSC ആവട്ടെ RRB ആവട്ടെ ഒരുപാട് ചോദ്യങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് ഉപരിതലത്തിൽ അല്ലെങ്കിൽ മൂൺ സർഫേസ്, ലൂണാർ സർഫേസ് എന്ന് നമ്മൾ പറയും, അതിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വ്യത്യാസം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലെ വ്യത്യാസം, അത് നമുക്ക് പഠിക്കാനുണ്ട്. NCERT സിലബസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഭൂമിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ ചന്ദ്രനിലെ ഗ്രാവിറ്റി എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റും ഭൂമിയിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും വെച്ചിട്ട്. സോ അത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഭൂമിയിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ചന്ദ്രനിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 1/6 മാത്രമേ വരുന്നുള്ളൂ. ഭൂമിയിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണെങ്കിൽ നമ്മൾ ചന്ദ്രനിലെത്തുമ്പോൾ അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G/6 ആവും. അത്രയും കുറയും നമ്മൾ. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ആസ്ട്രോനോട്ട്സിന്റെ പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ഗൂഗിളിലൊക്കെ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൊക്കെ കാണാറുള്ളതാണ്. അവിടെ നമ്മളിങ്ങനെ ആസ്ട്രോനോട്ട്സ് ഫ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഭാരരഹിതമായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റും. അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലെ വ്യത്യാസം കൊണ്ടാണ്. 1/6 മാത്രമേ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ആസ്ട്രോനോട്ട്സ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. സോ ഇതിനെ ബേസ് ചെയ്ത്, ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് ഈ G നോക്കിക്കേ നിങ്ങൾ. G അഥവാ നിങ്ങൾ എക്സാമിന്റെ ആ ഒരു പ്രഷർ ടൈമിൽ Gയും ആ 6ഉമായിട്ട് 1/6 ആണ് മൂണിലെ ഗ്രാവിറ്റി നമ്മുടെ ഭൂമിയിലെ കമ്പയർ ചെയ്ത് നോക്കുന്ന നേരം വെറും 1/6 ആണ് എന്നുള്ളൊരു കാര്യം അവിടെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പെട്ടെന്ന് ഓർത്തു വെക്കാം? നിങ്ങൾ G ശ്രദ്ധിച്ചേ. G തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് 6 ആണ് കിട്ടുക അല്ലെ? G തിരിച്ചിട്ട് കഴിഞ്ഞാൽ 6 ആണ് കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം വായിക്കുന്ന നേരം തന്നെ ആ നമ്പർ ഓട്ടോമാറ്റിക്കലായിട്ട് കണക്ട് ആവും. ആ G മാത്രം ഓർത്ത് വെച്ചാൽ മതി. Gനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. സോ അവിടെ ഓർത്ത് വെക്കുക 1/6 മാത്രമേ മൂണിലെ ഗ്രാവിറ്റി ഉള്ളൂ. ഭൂമിയെ കൺസിഡർ ചെയ്യുമ്പോൾ ചന്ദ്രനിലെ ഗ്രാവിറ്റി ഓൺലി 1/6 പാർട്ട് മാത്രമേ വരുന്നുള്ളൂ എന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. RRB NTPC 2016 ഷിഫ്റ്റ് 2ൽ ചോദിച്ച ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ആൻ ഒബ്ജക്റ്റ്? വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ എക്സേർട്ടഡ് ഓൺ ആൻ ഒബ്ജക്റ്റ്? ഒരു വസ്തുവിന്റെ മേൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ അതിനെ എന്താണ് നമ്മൾ വിളിക്കുക? അത് നമ്മൾ പഠിച്ചു, വെയിറ്റ് എന്നാണ് വിളിക്കുക. F = mg = W എന്ന് നമ്മൾ പഠിച്ചു. ഒരു വസ്തുവിന്റെ മേൽ ഭൂമി ചെലുത്തുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുക. ഓപ്ഷൻ C is the right answer. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. If the mass of a person is 60 kg on the surface of the earth, then the same person's mass on the surface of the moon will be എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. മാസിനെ പറ്റിയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. മാസ് എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ആദ്യത്തെ ടേബിളിൽ പറഞ്ഞ പോലെ നിങ്ങൾ കൃത്യമായിട്ട് പോയിന്റ് ഓർത്തിരിക്കുക. മാസ് എന്ന് പറയുന്നത് എവിടെ എടുത്താലും യൂണിവേഴ്സിൽ എവിടെ പോയാലും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിലൊരു വ്യത്യാസവും ഉണ്ടാവില്ല. കാരണം ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ എൻ ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അത് എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. സോ 60 കിലോഗ്രാം ആണ് മാസെങ്കിൽ എവിടെ പോയാലും ആ വ്യക്തിയുടെ മാസ് എന്ന് പറയുന്നത് 60 കിലോഗ്രാം തന്നെ ആയിരിക്കും. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ C, 60 കിലോഗ്രാം. ശ്രദ്ധിക്കണം, മാസ് ആണോ വെയിറ്റ് ആണോ ചോദിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വെയിറ്റ്, ഇവിടെ വെയിറ്റ് ആണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് 60 Newton when measured on the surface of the earth. What will be its weight when measured on the lunar surface? ഭൂമിയിലെ വെയിറ്റ് എന്ന് പറയുന്നത് 60 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രനിലെ ആ വ്യക്തിയെ ചന്ദ്രനിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വെയിറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്, അതിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ G ഓർത്തിരിക്കുക. G എന്ന് പറയുന്നത് 1/6 ആണ്. ചന്ദ്രനിൽ വെറും 1/6 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം?
W is equal to mg/6 ആണ്. ചന്ദ്രനിൽ എത്തുമ്പോൾ g/6 ആയിട്ട് മാറുന്നുണ്ട്. സോ W is equal to mg/6. mg നമുക്കറിയാം 60 ന്യൂട്ടൺ ആണ് എർത്തിലുള്ള ഭാരം. അപ്പോൾ 60ന്റെ 1/6 എന്ന് പറയുമ്പോൾ വെറും 10 ന്യൂട്ടൺ ആണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മിച്ച് വെക്കാലോ. അഥവാ നിങ്ങൾ മറന്നുപോയാലും ഈ ഗ്രാവിറ്റിയിലെ ജീനെ ഓർത്ത് വെച്ചാൽ മതി. സോ 1/6 എന്ന് അവിടെ തന്നെ ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓൺ ദ റോക്ക് ബ്രോട്ട് ഫ്രം ലൂണാർ സർഫേസ്? ചന്ദ്രനിൽ നിന്ന് എത്തിച്ച ഒരു റോക്കിന്റെ എന്ത് വ്യത്യാസം, അതിന്റെ എന്ത് പ്രോപ്പർട്ടിയിലാണ് വ്യത്യാസം ഉണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വ്യത്യാസം ഉണ്ടാവാനുണ്ടെങ്കിൽ അത് വെയിറ്റിൽ മാത്രമേ സംഭവിക്കുന്നു. ഒരു വസ്തുവിന്റെ വെയിറ്റിൽ മാത്രമേ വ്യത്യാസം സംഭവിച്ചിരിക്കൂ. കാരണം ഗ്രാവിറ്റേഷൻ mg എന്നൊരു വാല്യൂ വരുന്നത്, g വരുന്നത് വെയിറ്റിൽ മാത്രമാണ്. സോ അതിനനുസരിച്ച് മാറ്റം വരുന്നത് വെയിറ്റിൽ മാത്രമായിരിക്കും. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഇറ്റ്സ് വെയിറ്റ് വിൽ ചേഞ്ച്. വെയിറ്റിന് മാത്രമേ ചേഞ്ച് സംഭവിക്കുള്ളൂ, മാസിന് ഒരിക്കലും ചേഞ്ച് സംഭവിക്കില്ല. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് 6000 ന്യൂട്ടൺ ഓൺ എർത്ത്. വാട്ട് വിൽ ബി ഇറ്റ്സ് വെയിറ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ? അതായത് ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 6000 ന്യൂട്ടൺ ആണ്. വെയിറ്റ് തന്നെയാണ്, കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. വെയിറ്റ് ആണ്, മാസ് അല്ല. വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് 6000 ന്യൂട്ടൺ ഓൺ എർത്ത്. വാട്ട് വിൽ ബി ഇറ്റ്സ് വെയിറ്റ് ഓൺ ദ സർഫസ് ഓഫ് മൂൺ? മൂണിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം 1/6 മാത്രമേ വരുന്നുള്ളൂ. 6000 അതിന്റെ 1/6 ഒറ്റയടിക്ക് തന്നെ ഒരു സിമ്പിൾ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ എത്തിക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1000 ന്യൂട്ടൺ. ഓക്കെ, 1/6. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഒറ്റൊരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തത്. അതായത് ഭൂമിയെ കൺസിഡർ ചെയ്യുന്ന നേരം ചന്ദ്രനിലുള്ള ഭാരം, ചന്ദ്രനിലെ വെയിറ്റ് എന്ന് പറയുന്നത് ഭൂമിയെ കൺസിഡർ ചെയ്യുന്നിടത്തോളം 1/6 മാത്രമേ വരുന്നുള്ളൂ എന്നുള്ള സിമ്പിൾ ട്രിക്കിലൂടെയാണ് നമ്മൾ ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് ചെയ്തത്. സോ ഇതുപോലത്തെ ഇനിയും കിടിലൻ ട്രിക്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എങ്ങനെ കാൽക്കുലേഷൻസ് എളുപ്പമാക്കാം, എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ലിങ്ക് സൃഷ്ടിച്ചെടുക്കാം എന്നുള്ള ഒരുപാട് കോൺസെപ്റ്റ്സും ട്രിക്കുമായിട്ട് ഇനിയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.